നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ജെസി. പ്രധാന വാർത്തകൾ. ഓഗസ്റ്റ് 10 പുന്നമടക്കായലിൽ നടക്കുന്ന 70ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ട്രാക്കും ഹീറ്റ്സും നറുക്കെടുപ്പിലൂടെ നിശ്ചയിച്ചു. YMCA ഹാളിൽ നടത്തിയ നറുക്കെടുപ്പ് നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റി സെക്രട്ടറിയായ സബ് കളക്ടർ സമീർ കിഷൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലും പരിസര പ്രദേശങ്ങളിലും തെരുവുനായ്ശല്യം രൂക്ഷമായിട്ടും അതിനെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ നാട്ടുകാരുടെയും യാത്രക്കാരുടെയും പ്രതിഷേധം ശക്തമാകുന്നു. കഴിഞ്ഞ ദിവസം രാവിലെയും എറണാകുളത്തേക്ക് പോകാനെത്തിയ മണ്ണഞ്ചേരി സ്വദേശിയായ യുവാവിനെ തെരുവുനായി കടിച്ചിരുന്നു. ആലപ്പുഴ ഗവൺമെന്റ് മുഹമ്മദൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷവും സഫലം മെറിറ്റ് അവാർഡ് വിതരണ ചടങ്ങും സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് അമ്പലപ്പുഴ MLA H. സലാം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാധ്യക്ഷ KK ജയമ്മ ചടങ്ങിൽ അധ്യക്ഷയായി. കേരള പത്രപ്രവർത്തക യൂണിയൻ KUWJ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റായി മനോരമ ന്യൂസിലെ റോയ് കൊട്ടാരച്ചിറയെയും സെക്രട്ടറിയായി മാതൃഭൂമിയിലെ PR രജീഷ് കുമാറിനെയും തെരഞ്ഞെടുത്തു. കേരള കൗമുദിയിലെ സുരേഷ് തോട്ടപ്പള്ളിയാണ് പുതിയ ട്രഷറർ. ചുണ്ടൻവള്ളത്തിൽ ഇതര സംസ്ഥാന തുഴച്ചിൽക്കാർ ആകെ തുഴച്ചിൽക്കാരുടെ 25% കൂടുതൽ ആകാൻ പാടില്ല എന്നും ഇതിന് വിരുദ്ധമായി തുഴഞ്ഞാൽ ആ വള്ളത്തിനെ അയോഗ്യരാക്കുമെന്നും ക്യാപ്റ്റൻസ് ക്ലിനിക്കിൽ അധികൃതർ അറിയിച്ചു. ജില്ലാ ലെപ്രസി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പുന്നപ്ര വടക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും UPHCയുടെയും സഹകരണത്തോടെ ത്വക്ക് രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. വടക്കിൽ ദൈവജനമാതാ ചർച്ച് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് പുന്നപ്ര വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഓഗസ്റ്റ് 10 പുന്നമടക്കായലിൽ നടക്കുന്ന 70ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ട്രാക്കും ഹീറ്റ്സും നറുക്കെടുപ്പിലൂടെ നിശ്ചയിച്ചു. YMCA ഹാളിൽ നടത്തിയ നറുക്കെടുപ്പ് നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റി സെക്രട്ടറിയായ സബ് കളക്ടർ സമീർ കിഷൻ ഉദ്ഘാടനം ചെയ്തു. ഓഗസ്റ്റ് 10 പുന്നമടക്കായലിൽ നടക്കുന്ന 70ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ട്രാക്കും ഹീറ്റ്സും നറുക്കെടുപ്പിലൂടെ നിശ്ചയിച്ചു. YMCA ഹാളിൽ നടന്ന നറുക്കെടുപ്പ് ചടങ്ങ് നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റി സെക്രട്ടറിയായ സബ് കളക്ടർ സമീർ കിഷൻ ഉദ്ഘാടനം ചെയ്തു. 19 ചുണ്ടൻ വള്ളങ്ങളടക്കം 74 വള്ളങ്ങളാണ് ഇത്തവണ മത്സരത്തിനുള്ളത്. ഹീറ്റ്സിൽ മികച്ച സമയം കുറിക്കുന്ന 4 വള്ളങ്ങളാണ് ഫൈനലിൽ മാറ്റുരയ്ക്കുക. നറുക്കെടുപ്പ് ചടങ്ങിൽ NTPR എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KK ഷാജു, RK കുറുപ്പ്, SM ഇക്ബാൽ, AV മുരളി, MV അൽത്താഫ്, KM അഷ്റഫ്, ഇൻഫ്രാസ്ട്രക്ചർ കമ്മിറ്റി ചെയർമാൻ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MC സജീവ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലും പരിസര പ്രദേശങ്ങളിലും തെരുവുനായ്ശല്യം രൂക്ഷമായിട്ടും അതിനെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ നാട്ടുകാരുടെയും യാത്രക്കാരുടെയും പ്രതിഷേധം ശക്തമാകുന്നു. കഴിഞ്ഞ ദിവസം രാവിലെയും എറണാകുളത്തേക്ക് പോകാനെത്തിയ മണ്ണഞ്ചേരി സ്വദേശിയായ യുവാവിനെ തെരുവുനായി കടിച്ചിരുന്നു. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലും പരിസര പ്രദേശങ്ങളിലും തെരുവുനായ്ശല്യം രൂക്ഷമാകുന്നതായി വ്യാപക പരാതി ഉയരുന്നു. ദിനംപ്രതി 100 കണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലടക്കം തെരുവുനായ്ക്കൾ വിലസുമ്പോൾ പോലും ഇവിടേക്കെത്തുന്ന യാത്രക്കാരുടെ സുരക്ഷ കണക്കാക്കി പോലും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നതും യാത്രക്കാരെ പോലെ തന്നെ പ്രദേശവാസികൾക്കും ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ വെച്ചും യാത്രക്കാരന് തെരുവുനായയുടെ കടിയേറ്റിരുന്നു. ഇന്റർവ്യൂവിനായി ആലപ്പുഴയിൽ നിന്നും എറണാകുളത്തേക്ക് പോകാനെത്തിയ മണ്ണഞ്ചേരി സ്വദേശി അജിത്തിനാണ് നായയുടെ കടിയേറ്റത്. തുടർന്ന് ആംബുലൻസ് വിളിച്ചു വരുത്തി അജിത്തിനെ ആശുപത്രിയിലേക്ക് അയച്ചു. റെയിൽവേ സ്റ്റേഷന് അകത്തെന്ന പോലെ തന്നെ പരിസര പ്രദേശങ്ങളിലുമുള്ള റോഡുകളിലും തെരുവുനായ്ശല്യം രൂക്ഷമാണ്. റെയിൽവേ സ്റ്റേഷനെ ആശ്രയിക്കുന്ന കാൽനടയാത്രക്കാരും പ്രദേശവാസികളും വിദ്യാർത്ഥികളുമടക്കം ഏതു നിമിഷവും തെരുവുനായ്ക്കളുടെ ആക്രമണം ഉണ്ടാകാം എന്ന ഉൾഭയത്തോടെയാണ് ഇത്തരം റോഡുകളിലൂടെ യാത്ര ചെയ്യുന്നത്. ഇത്തരത്തിൽ തിരക്കേറെയുള്ള നഗരപ്രദേശങ്ങളിൽ തെരുവുനായ്ശല്യം രൂക്ഷമായിട്ടും അതിനെതിരെ നടപടി സ്വീകരിക്കാൻ അധികൃതർ ഒരുങ്ങാത്തതാണ് നാട്ടുകാരിൽ അമർഷമുണ്ടാക്കുന്നത്. ഇതു സംബന്ധിച്ച് മാസ് പെറ്റീഷൻ തയ്യാറാക്കി ജില്ലാ കളക്ടർക്ക് കൊടുക്കാൻ ഒരുങ്ങുകയാണ് യാത്രക്കാരും നാട്ടുകാരും. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ ഗവൺമെന്റ് മുഹമ്മദൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷവും സഫലം മെറിറ്റ് അവാർഡ് വിതരണ ചടങ്ങും സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് അമ്പലപ്പുഴ MLA H. സലാം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാധ്യക്ഷ KK ജയമ്മ ചടങ്ങിൽ അധ്യക്ഷയായി.
ആലപ്പുഴ ഗവൺമെന്റ് മുഹമ്മദൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷവും സഫലം മെറിറ്റ് അവാർഡ് വിതരണവും എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മക്കൾ വിദ്യാഭ്യാസം നേടി അവർ വളർന്നു വരുമ്പോൾ അവരുടെ ജീവിത വിജയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മികച്ച വിദ്യാഭ്യാസം നേടിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള. നമ്മൾ ഇന്നിപ്പോ സാധാരണ പോലെ ആലോചിക്കുന്ന പോലെ എന്തെങ്കിലും കുറച്ച് പഠിച്ചാൽ പോലെ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഓരോ കുടുംബത്തിലെയും നന്നായി പരിശ്രമിക്കുന്നുണ്ട്. കുട്ടികൾ നന്നായി പഠിക്കുന്നുണ്ട്. അവരെ പഠിപ്പിക്കാൻ എല്ലാ നിലയിലും ഒരു ജീവിതത്തിന്റെ ഏതാണ്ട് എല്ലാം അർപ്പിച്ചുകൊണ്ട് തന്നെ രക്ഷകർത്താക്കൾ ഭാഗമായി മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെയെല്ലാം മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും മുൻ അധ്യാപകർ ഉൾപ്പെടെയുള്ളവരെയും ചടങ്ങിൽ അനുമോദിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ R വിനീത, MR പ്രേം, കൗൺസിലർമാരായ സിമി ഷാഫി ഖാൻ, റീഗോ രാജു, PTA പ്രസിഡന്റ് M നൌഫൽ, AEO MK ശോഭനകുമാരി, MPTA പ്രസിഡന്റ് സൗമ്യ, PTA വൈസ് പ്രസിഡന്റ് ബിസ്മിന, സ്കൂൾ HM VA അനിമ എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ B ജയശ്രീ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. കേരള പത്രപ്രവർത്തക യൂണിയൻ KUWJ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റായി മനോരമ ന്യൂസിലെ റോയി കൊട്ടാരച്ചിറയെയും സെക്രട്ടറിയായി മാതൃഭൂമിയിലെ PR രജീഷ് കുമാറിനെയും തെരഞ്ഞെടുത്തു. കേരള കൗമുദിയിലെ സുരേഷ് തോട്ടപ്പള്ളിയാണ് പുതിയ ട്രഷറർ. കേരള പത്രപ്രവർത്തക യൂണിയൻ KUWJ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റായി മനോരമ ന്യൂസിലെ റോയി കൊട്ടാരച്ചിറയെയും സെക്രട്ടറിയായി മാതൃഭൂമിയിലെ PR രജീഷ് കുമാറിനെയും തെരഞ്ഞെടുത്തു. തിങ്കളാഴ്ച ആലപ്പുഴ പ്രസ് ക്ലബ് ഹാളിൽ നടത്തിയ തെരഞ്ഞെടുപ്പിലാണ് ആലപ്പുഴ പ്രസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. ജനയുഗം പത്രത്തിലെ TK അനിൽകുമാർ, ജനം TVയിലെ നിഷ മനോഹരൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും 24 ന്യൂസിലെ മനീഷ് മഹിപാൽ ജോയിന്റ് സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. കേരള കൗമുദിയിലെ സുരേഷ് തോട്ടപ്പള്ളിയെ ട്രഷററായും തെരഞ്ഞെടുത്തിട്ടുണ്ട്. മലയാള മനോരമയിലെ അബ്ദുൾ സലാം, മംഗളത്തിലെ KA ഹിലാരി, ചന്ദ്രികയിലെ PA മുഹമ്മദ് നസീർ, അമൃത TVയിലെ AV രാജേഷ്, വീക്ഷണത്തിലെ KP നീതുമോൾ എന്നിവർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായും തെരഞ്ഞെടുക്കപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ ജന്മഭൂമിയിലെ R അജയ്കുമാർ മുഖ്യ വരണാധികാരിയും മാധ്യമം പത്രത്തിലെ ബിനു ഡി രാജ് ഉപവരണാധികാരിയും ആയിരുന്നു. ചുണ്ടൻവള്ളത്തിൽ ഇതര സംസ്ഥാന തുഴച്ചിൽക്കാർ ആകെ തുഴച്ചിൽക്കാരുടെ 25% കൂടുതൽ ആകാൻ പാടില്ല എന്നും ഇതിന് വിരുദ്ധമായി തുഴഞ്ഞാൽ ആ വള്ളത്തിനെ അയോഗ്യരാക്കുമെന്നും ക്യാപ്റ്റൻസ് ക്ലിനിക്കിൽ അധികൃതർ അറിയിച്ചു. ചുണ്ടൻവള്ളത്തിൽ ഇതര സംസ്ഥാനക്കാർ ആകെ തുഴച്ചിൽക്കാരുടെ 25% കൂടുതലാകാൻ പാടില്ല എന്നും ഇതിന് വിരുദ്ധമായി തുഴഞ്ഞാൽ ആ വള്ളത്തിനെ അയോഗ്യരാക്കുമെന്നും നെഹ്റു ട്രോഫി വള്ളംകളിക്ക് മുന്നോടിയായുള്ള ക്യാപ്റ്റൻസ് ക്ലിനിക്കിൽ അറിയിച്ചു. ആലപ്പുഴ YMCA ഹാളിൽ സംഘടിപ്പിച്ച ക്യാപ്റ്റൻസ് ക്ലിനിക് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇങ്ങനെ അപ്പോൾ നമുക്ക് നമ്മുടെ വരുന്ന സുഹൃത്തുക്കൾക്കെല്ലാം നമ്മുടെ ഈ കർണാടക ബസ് പ്രയോജനപ്പെടുത്തിയാണ് യാത്ര ചെയ്യാനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഓട്ടോ പാർട്ടി നമ്മുടെ ഈ ഒരു ഓട്ടോ രൂപകൽപ്പന ചെയ്യും, വള്ളംകളിയുടെ ഭാഗ്യം വിളിച്ചോർത്തുകൊണ്ട് ഓട്ടോ രൂപകൽപ്പന ചെയ്യും. അതിൻ്റെ പിന്നെ നമ്മുടെ ഓട്ടോ തൊഴിലാളികൾക്ക് ഉൾപ്പെടെ നമ്മുടെ ഡ്രൈവേഴ്സിന് ഉൾപ്പെടെ അവരൊരു അംബാസഡർ ടൂറിസത്തിന്റെ അംബാസഡറായിട്ട് അവരെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നടത്തിപ്പുള്ള കാര്യങ്ങൾ നമ്മുടെ ട്രാക്ക് ആൻഡ് ഫീൽഡ് കാര്യങ്ങളൊക്കെ. ചടങ്ങിൽ ജലോത്സവത്തിന്റെ നിബന്ധനകളും നിർദ്ദേശങ്ങളും വിശദമാക്കുകയും ടീമുകളെ പരിചയപ്പെടുത്തുകയും ചെയ്തു. മുൻ MLAയും ചീഫ് കോർഡിനേറ്ററുമായ CK സദാശിവൻ അധ്യക്ഷത വഹിച്ചു. സബ് കളക്ടർ സമീർ കിഷൻ, മുൻ MLA KK ഷാജു, ഇൻഫ്രാസ്ട്രക്ചർ കമ്മിറ്റി കൺവീനറും ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായ MC സജീവ് കുമാർ, SM ഇക്ബാൽ, തങ്കച്ചൻ പാട്ടത്തിൽ, ജോസ് കാവനാട്, AV മുരളി, K മോഹൻലാൽ, VC ഫ്രാൻസിസ്, S ഗോപാലകൃഷ്ണൻ, MV ഹൽത്താഫ്, വർഗീസ് വല്ലിയാക്കൽ, ടോമിച്ചൻ ആന്റണി തുടങ്ങിയവർ സംബന്ധിച്ചു. ക്യാപ്റ്റൻസ് ക്ലിനിക്കിൽ പങ്കെടുക്കാത്തവരുടെ ബോണസിൽ 50% കുറവ് വരുത്തും. ഓഗസ്റ്റ് 10 ചെറുവള്ളങ്ങളുടെ പ്രാഥമിക മത്സരങ്ങൾ രാവിലെ കൃത്യം 11 മണിക്ക് ആരംഭിക്കുന്നതും 12:30 അവസാനിക്കുന്നതുമാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സിന് ശേഷം ചെറുവള്ളങ്ങളുടെ ഫൈനൽ മത്സരം ആരംഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ജില്ലാ ലെപ്രസി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പുന്നപ്ര വടക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും UPHCയുടെയും സഹകരണത്തോടെ ത്വക്ക് രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു.
വാടക്കയിൽ ദൈവജനമാതാ ചർച്ച് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് പുന്നപ്ര വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ലെപ്രസി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പുന്നപ്ര വടക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആലപ്പുഴ നഗരസഭ മുല്ലാത്തുവളപ്പ് UPHC എന്നിവയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ത്വക്ക് രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. വാടക്കിൽ ദൈവജനമാതാ ചർച്ച് പാരിഷ് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച ക്യാമ്പ് പുന്നപ്ര വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് അംഗം സുരേഷ് ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസിലെ അസിസ്റ്റന്റ് ലെപ്രസി ഓഫീസർ റഫീഖ് വിഷയാവതരണം നടത്തി. കുടുംബാരോഗ്യ കേന്ദ്രം പുന്നപ്ര വടക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫിജി പീറ്റർ ആരോഗ്യ സന്ദേശം നൽകി. പള്ളി വികാരി ഫാദർ ടിനു തോമസ്, ത്വക്ക് രോഗ വിദഗ്ധരായ ഡോക്ടർ ഷൈജു, ഡോക്ടർ അശ്വതി എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് ആലപ്പുഴ വനിതാ ശിശു ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ S. ജയകൃഷ്ണൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ S. സജീവ് കുമാർ ചടങ്ങിന് നന്ദി പറഞ്ഞു. കുഷ്ഠരോഗം വളരെ എളുപ്പത്തിൽ സുഖപ്പെടുത്താവുന്നതും നേരത്തെ കണ്ടെത്തിയാൽ വൈകല്യമൊന്നും കൂടാതെ തന്നെ ഭേദപ്പെടുത്താമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ രോഗവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിദ്യാധാരണകളും ബാലിശമാണെന്നും നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയുന്ന ഒരു രോഗമാണ് ഇതെന്നും എനിക്കറിയാം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓഗസ്റ്റ് 10 പുന്നമടക്കായലിൽ നടക്കുന്ന 70ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ട്രാക്കും ഹീറ്റ്സും നറുക്കെടുപ്പിലൂടെ നിശ്ചയിച്ചു. YMCA ഹാളിൽ നടത്തിയ നറുക്കെടുപ്പ് നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റി സെക്രട്ടറിയായ സബ് കളക്ടർ സമീർ കിഷൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലും പരിസര പ്രദേശങ്ങളിലും തെരുവുനായ് ശല്യം രൂക്ഷമായിട്ടും അതിനെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ നാട്ടുകാരുടെയും യാത്രക്കാരുടെയും പ്രതിഷേധം ശക്തമാകുന്നു. കഴിഞ്ഞ ദിവസം രാവിലെയും എറണാകുളത്തേക്ക് പോകാനെത്തിയ മണ്ണഞ്ചേരി സ്വദേശിയായ യുവാവിനെ തെരുവുനായ് കടിച്ചിരുന്നു. ആലപ്പുഴ ഗവൺമെന്റ് മുഹമ്മദൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷവും സഫലം മെറിറ്റ് അവാർഡ് വിതരണ ചടങ്ങും സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് അമ്പലപ്പുഴ MLA H. സലാം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാധ്യക്ഷ KK ജയമ്മ ചടങ്ങിൽ അധ്യക്ഷയായി. കേരള പത്രപ്രവർത്തക യൂണിയൻ KUWJ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റായി മനോരമ ന്യൂസിലെ റോയ് കൊട്ടാരച്ചിറയെയും സെക്രട്ടറിയായി മാതൃഭൂമിയിലെ PR രജീഷ് കുമാറിനെയും തെരഞ്ഞെടുത്തു. കേരള കൗമുദിയിലെ സുരേഷ് തോട്ടപ്പള്ളിയാണ് പുതിയ ട്രഷറർ. ചുണ്ടൻവള്ളത്തിൽ ഇതര സംസ്ഥാന തുഴച്ചിൽക്കാർ ആകെ തുഴച്ചിൽക്കാരുടെ 25% കൂടുതൽ ആകാൻ പാടില്ല എന്നും ഇതിന് വിരുദ്ധമായി തുഴഞ്ഞാൽ ആ വള്ളത്തിനെ അയോഗ്യരാക്കുമെന്നും ക്യാപ്റ്റൻസ് ക്ലിനിക്കിൽ അധികൃതർ അറിയിച്ചു. ജില്ലാ ലെപ്രസി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പുന്നപ്ര വടക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും UPHCയുടെയും സഹകരണത്തോടെ ത്വക്ക് രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. വാടക്കിൽ ദൈവജനമാതാ ചർച്ച് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് പുന്നപ്ര വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.